ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് USS എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൽ കണക്കെന്ന വിഷയത്തിൻ്റെ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ USSന്റെ മാത്സ് ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് അഥവാ ഭിന്നസംഖ്യകളുടെ ലഘൂകരണം അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ആണ് പഠിച്ചു കഴിഞ്ഞത്. ആ പോർഷനിൽ USSന്റെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ക്ലാസ് എല്ലാ കുട്ടികളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അതിലെന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഒരു തവണ USSന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. സിംപ്ലിഫൈ 1/2 plus 1/3 is whole divided by 1/2 minus 1/3. മലയാള മീഡിയത്തില് ലഘൂകരിക്കുക. 2 അധികം 3 ഹരിക്കണം 2 മൈനസ് 3. നല്ലൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മുടെ ഫ്രാക്ഷൻ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട അഥവാ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രിയകളും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാര്യം. അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ അതിനകത്തുള്ളതാണ്. അപ്പൊ എല്ലാ ക്രിയകളും കൂടി വന്നു ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുന്നു. ആദ്യം നമ്മൾ ഈ ന്യൂമറേറ്റർ അഥവാ അംശത്തിൽ കിടക്കുന്നത് ചെയ്യും. ഇപ്പൊ ഞാൻ ഇതേപോലുള്ള 2-3 ക്വസ്റ്റ്യൻ ആയിരിക്കും ക്ലാസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരെണ്ണം എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയുള്ളത് നിങ്ങൾ ചെയ്തു പഠിക്കണം. എങ്ങനെയാണോ സാർ ചെയ്തു തരുന്നത് അതേപോലെ നിങ്ങൾ ചെയ്തു പഠിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ന്യൂമറേറ്റർ അഥവാ ഡിനോമിനേറ്റർ അത് ഞാൻ എഴുതാൻ പോവാണേ. ശ്രദ്ധിക്കണേ. 1/2 പ്ലസ് 1/3 അല്ലെങ്കിൽ എങ്ങനെ പറയാം? 2 അധികം 3. നമ്മൾ പഠിച്ചിട്ടുള്ള ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ അഡീഷൻ അല്ലെങ്കിൽ സങ്കലനമാണ്. നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഒരു ഭിന്നസംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട വസ്തുത ടു ചെക്ക് ദെയർ ഡിനോമിനേറ്റേഴ്സ്, അവയുടെ ഛേദങ്ങൾ പരിശോധിക്കണം. ആ ഛേദങ്ങൾ 2 തരത്തിലാവാം. ഒന്നെന്താണ്? സെയിം ഡിനോമിനേറ്റർ, ഒരേ ഛേദം വരാം. 2 ഡിഫറന്റ് ഡിനോമിനേറ്റർ, വ്യത്യസ്ത ഛേദങ്ങൾ വരാം. അപ്പോൾ ഇവിടെ ഏത് കണ്ടീഷനാണ് വന്നിരിക്കുന്നത്? ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഛേദങ്ങൾ വ്യത്യസ്തങ്ങളാണ്, ഡിഫറന്റ് ഡിനോമിനേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണോ നമ്മളെ പഠിച്ചിരിക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. 1 × 3 1നെ 3 വെച്ച് ഗുണിച്ചാൽ 3. ഇനി പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഇവിടെ പ്ലസ് ആണ്. അടുത്തെന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 2 1നെ 2 വെച്ച് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടി? 2. ഇനി മറന്നു പോകരുത്, പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്, ഛേദങ്ങളുടെ ഗുണനഫലം എഴുതണം. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 2 × 3 നമുക്ക് 6.
5/6 എന്ന് കിട്ടി. എല്ലാവർക്കും ഇവിടെ കിട്ടിയോ? എല്ലാവർക്കും ഇവിടെ കിട്ടിയോ? അപ്പൊ 1/2 പ്ലസ് 1/3 എന്ത് കിട്ടി സാറിന്? 5/6 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതാൻ പോവുകയാണ്. 1/2 പ്ലസ് 1/3 is equal to 5/6 എന്ന് എഴുതി. ഈ രണ്ടാമത് ശ്രദ്ധിക്കുക. ഡിനോമിനേറ്റർ ഛേദം ഒന്ന് നോക്കി എല്ലാവരും. ആ ഛേദത്തിൽ കിടക്കുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് ഞാൻ എടുത്തിരുകയാണ്. ഇതേപോലെ ചെയ്യാൻ പോവാണ് സാറ്. ശ്രദ്ധിക്കുക. എന്താണ്? 1/2 മൈനസ് 1/3 രണ്ടിലൊന്ന് മൈനസ് മൂന്നിലൊന്ന് എന്താണ്? ഇവിടെയും എന്താണ്? സബ്സ്ട്രാക്ഷൻ ആണ്, വ്യവകലനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് അഥവാ ഛേദങ്ങൾ പരിശോധിക്കണം. ഛേദങ്ങൾ ഇവിടെ എന്താണ് മക്കളെ? വ്യത്യസ്തമാണ്, ഡിഫറന്റ് ആണ്. അങ്ങനെയാണ് എന്ത് ചെയ്യണം? To apply the cross multiplication. ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അത് ശ്രദ്ധിച്ചേ. 1 into 3 ഒന്നിനെ 3 വെച്ച് ഗുണിച്ചാൽ 3, നടുക്കത്തെ ചിഹ്നം മൈനസ്. ഒന്നിനെ 2 വെച്ച് ഗുണിച്ചാൽ 1 into 2 ഇനി എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ് ഛേദങ്ങളുടെ ഗുണനഫലം എത്ര വരും? 6. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1/6 എന്ന് കിട്ടി. പിടികിട്ടിയോ? അപ്പം ന്യൂമറേറ്റർ അഥവാ അംശം ചെയ്തത് പിടികിട്ടി. അവിടെ എന്താണ് വന്നത്? അഡീഷൻ അഥവാ സങ്കലനമാണ്. ഡിനോമിനേറ്റർ അഥവാ ഛേദം ചെയ്തപ്പോൾ എന്താണ് വന്നത്? ആ വിഭജനം അഥവാ സബ്സ്ട്രാക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഞാൻ ഇനി കൊടുക്കാൻ പോവുകയാണ്. 1/2 പ്ലസ് 1/3 നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 5/6. അപ്പൊ ഈ ന്യൂമറേറ്റർ കൊടുക്കാൻ പോവാ സാറ്. 5/6 കൊടുക്കാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രത്യേകം നമ്മൾ ചെയ്തത് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എത്ര വരാം? 5/6. അപ്പൊ എന്ത് കിട്ടി? 5/6 കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഹോൾ ഡിവൈഡ് ബൈ ഹരിക്കണം. മുഴുവനായിട്ട് ഹരിക്കാൻ പോവാണ്. ഇനി 1/2 മൈനസ് 1/3 എന്ന് കൊടുക്കാം. അതും ചെയ്തിട്ടുണ്ട് സാർ. എത്രയാണ്? 1/6. ഓക്കെ ആയോ? ഇത്രയും കാര്യം എല്ലാവർക്കും പിടികിട്ടിയോ? ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ചിരുന്നേ. ആദ്യം എന്താ സാർ ചെയ്തത്? ന്യൂമറേറ്റർ ഉള്ളത് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ ഉള്ളത് ചെയ്തു. ഈ കിട്ടിയ രണ്ട് വാല്യൂയും കൂടെ എന്ത് ചെയ്യാൻ പോവാണ് സാറാ? ഡിവൈഡ് ചെയ്യാൻ പോവാണ്, ഹരിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്ന ഭിന്നം ഏതാണോ അതിനെ എന്ത് ചെയ്യണം മക്കളെ? തിരിച്ചിട്ട് ഗുണിക്കണം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. നമുക്കൊന്ന് ഗുണിക്കാം. അപ്പൊ എഴുതാൻ സാറാ 5/6 അല്ലേ? അതിനെ എന്ത് ചെയ്യാൻ പോവാണ്? 1/6 കൊണ്ട് 6 കൊണ്ട് ഹരിക്കാൻ പോവാണ്. ഈ ഹരിക്കേണ്ടതിനെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റെസിപ്രോക്കൽ കാണണം, അല്ലെങ്കിൽ വിൽക്രമം കാണണം. അതിന്റെ വിൽക്രമം എത്ര വരും മക്കളെ? 6/1 എന്ന് വരത്തില്ലേ? അതിനെ എന്ത് ചെയ്താൽ മതി? ഗുണിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യണം. കണ്ടോ? ആ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ ഗുണിക്കണം. ഇനി നമുക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ഈ രണ്ട് ഭിന്നസംഖ്യകൾ അഥവാ ഈ രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ത് ചെയ്യാണ് മക്കളെ? മൾട്ടിപ്പിൾ ചെയ്യാണ്, ഗുണിക്കുകയാണ്. എങ്ങനെയാണ് ഗുണിക്കുന്നത്? ന്യൂമറേറ്റർ ഇൻടു ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻടു ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ. അംശത്തെ അംശം കൊണ്ട് ഗുണിച്ച് അംശമായും ഛേദത്തെ ഛേദം കൊണ്ട് ഗുണിച്ച് ഛേദമായും എഴുതുന്നു. അങ്ങനെ വരുമ്പോൾ 5 into 6 5നെ 6 വെച്ച് ഗുണിച്ചാൽ എത്ര വരും മക്കളെ? 30. 6 into 1 എത്ര വരും? 6 എന്ന് വരും. അപ്പൊ എത്ര കിട്ടി നമുക്ക് ആൻസർ? 5 എന്ന് കിട്ടി. 30നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 5. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് 5 ഉണ്ടെങ്കിൽ 5 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രത്യേകമായിട്ട് ഞാൻ USS ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും പഠിച്ചു വെക്കണം. എല്ലാ ക്രിയകളും ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ എല്ലാ ക്രിയകളും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവം പഠിക്കുകയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണം. എല്ലാവർക്കും കിട്ടിയല്ലോ. ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനെ കടക്കുകയാണ്. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ പേടിക്കാനൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിക്കുക. ഞാൻ ഇനി മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കടക്കുകയാണ്.
എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു മിക്സ് ഫ്രാക്ഷൻ ഫോമിൽ നമ്മൾ ഏത് രീതിയിൽ തന്നാലും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാറ്റി ആദ്യം നിന്നത് ഭിന്നസംഖ്യയുടെ കൂട്ടം. ഇപ്പൊ എന്താ മിക്സ് ഫ്രാക്ഷൻ. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് വ്യത്യാസമേ ഉള്ളൂ. മിക്സ് ഫ്രാക്ഷൻ എന്താക്കി മാറ്റണം? ഒന്നെങ്കിൽ പ്രോപ്പർ അല്ലെങ്കിൽ ഇംപ്രോപ്പർ, ഒന്നെങ്കിൽ മിശ്ര ഭിന്നം അല്ലെങ്കിൽ സാധാരണ ഭിന്നം. ഈ രണ്ടുകൂടെ കൂട്ടിച്ചേർന്ന് നമുക്ക് എന്ത് പറയാം? ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ. അപ്പൊ ഞാൻ ഭിന്നസംഖ്യയെ പറയുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂമറേറ്റർ കിടക്കുന്നത് ഞാൻ എഴുതാൻ പോകും. ന്യൂമറേറ്റർ എന്താണ്? 2 1/2 പ്ലസ് 1 1/2. നമ്മൾ നേരത്തെ ചെയ്തത് പോലെ തന്നെ അംശത്തിൽ അഥവാ ന്യൂമറേറ്റർ എന്താണോ കിടക്കുന്നത് അത് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ, എന്താണ്? എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ എന്താക്കി മാറ്റണം? ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റണം എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തത് പോലെ തന്നെ. ഓക്കെ, യെസ്, അറിയാമല്ലോ. 2 × 2 4 and 4 + 1 5 and 5/2 പഠിപ്പിച്ചതാണ്. വളരെ ആധികാരികമായി പഠിച്ചതാണ്. ഞാൻ കിടക്കുന്നില്ല. പ്ലസ് 1 × 2 2 and 2 + 1 3/2. ഓക്കെ ആയല്ലോ, എല്ലാം കിട്ടിയല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, ഛേദങ്ങൾ സെയിം ആണ്, ഒരേ ഛേദങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതേ ഛേദം എഴുതിയിട്ട് അംശങ്ങൾ കൂട്ടാനാണെങ്കിൽ കൂട്ടണം, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കണം. ന്യൂമറേറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യണം, ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഏത് കണ്ടീഷൻ വരുമ്പോഴാണ്? സെയിം ഡിനോമിനേറ്റർ വരുമ്പോഴാണ്. അപ്പൊ നമുക്ക് ചെയ്യാം. 2ന്റെ ഡിനോമിനേറ്റർ എത്രയാണ് മക്കളെ? 2ന്റെ ഛേദം എത്രയാണ്? 2 ആണ്. ഒരേ ഛേദമാണ്, സെയിം ഡിനോമിനേറ്റർ ആണ്. ഇനി എന്ത് ചെയ്യാം? 5 ഉം 3 എന്ത് ചെയ്യാം? 8/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ 8/2 നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. നമുക്ക് അവസാനം അവരെ സിംപ്ലിഫൈ ചെയ്യാം. എന്താ ഇത്? ഫ്രാക്ഷൻ കൊണ്ട് കിടക്കട്ടെ. അപ്പൊ 8/2 എത്രയാണ്? 4. അപ്പൊ നിൽക്കട്ടെ. ഇപ്പൊ ഇത്രയും കാര്യം കിട്ടിയ എല്ലാവർക്കും ഈ രണ്ടാമത്തെ ചെയ്യാൻ പറ്റും. വായിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ചെയ്യാൻ പോവാണ്. സാറ് രണ്ടാമത്തെ ഡിനോമിനേറ്റർ എന്നത് ചേർന്ന് പറഞ്ഞേ 1 1/2 മൈനസ് 1 1/4 എന്നാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ 1 × 2 and 2 + 1 3/2. ഇത് കിടക്കുന്നില്ല, അറിയാമല്ലോ. 1 × 4 and 4 and 4 + 1 and 5/4. അല്ലേ? എന്ത് കിട്ടി? രണ്ടിന്റെയും ഛേദം എന്ത് കിട്ടി? വ്യത്യസ്തമായി വന്നു. ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാലും 3 × 4 12 മൈനസ് 2 × 5 10 ബൈ പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്. ഛേദങ്ങളുടെ ഗുണനഫലം എത്ര വന്നു മക്കളെ? 8 വന്നു. ഇനി ഒന്ന് കുറച്ച് പറഞ്ഞേ. 12 ൽ 10 പോയാൽ എത്ര വരും? 2/8. 2/8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2/8 സിംപ്ലിഫൈ പറ, ചെറുതാക്കി പറ. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെയും അല്ലെങ്കിൽ അംശത്തെയും ഛേദത്തെയും ഹരിക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ ഏതാണ്? 2 ആണ്. 2 കൊണ്ട് 2 ഹരിച്ചാൽ 1. 8-നകത്ത് 2 അല്ലെങ്കിൽ 8ന്റെ പകുതി നോക്കിയാൽ മതി. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡിംഗ് ബൈ 2 മീൻസ് ദാറ്റ് ഹാഫ് ഓഫ് എ നമ്പർ എന്നാണ്. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 8ന്റെ പകുതി എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് എത്ര കിട്ടി? ആൻസർ 1/4 എന്ന് കിട്ടി. നമുക്ക് ആദ്യത്തെ എത്ര കിട്ടിയായിരുന്നു? എത്ര കിട്ടിയാണ് ആദ്യത്തത്? അപ്പൊ ഇത്രയും കാര്യം കിട്ടിയല്ലോ. ഇനി ബാക്കി ചെയ്യാൻ പോവാണ്. അപ്പൊ ന്യൂമറേറ്റർ കണ്ടുപിടിച്ചു, ഡിനോമിനേറ്ററും കണ്ടുപിടിച്ചു. തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ അഥവാ അംശത്തിൽ ചെയ്ത് എത്രയായിരുന്നു മക്കളെ? എത്രയായിരുന്നു? 8/2 എന്നായിരുന്നു ആൻസർ. ഓർക്കുന്നുണ്ടോ? 8/2 എന്ന് പറഞ്ഞാൽ നമുക്കത് ചെറുതാക്കുന്നില്ല, അത് അങ്ങനെ കിടക്കട്ടെ. 8/2 ഫ്രാക്ഷൻ ഫോമിൽ തന്നെ കിടക്കട്ടെ. എന്താ? ഫ്രാക്ഷൻ ആയതുകൊണ്ട് ആ ഭിന്നസംഖ്യ രൂപത്തിൽ കിടക്കട്ടെ. ഓക്കെ, അത് 8/2 മനസ്സിലായോ? 2 × 2 4 + 1 5/2 പ്ലസ് 1 × 2 + 1 3/2. രണ്ടിന്റെ ഛേദം അല്ലെങ്കിൽ രണ്ട് ഡിനോമിനേറ്റർ എന്നാണ് 2 ആണ്. അപ്പൊ 5 × 3 കൂട്ടി 8 8/2 കിട്ടി. ഓക്കെ, ഇനി ഈ രണ്ട് ന്യൂമറേറ്ററിനും കിട്ടിയതും ഡിനോമിനേറ്ററും കിട്ടിയ വാല്യൂ ഞാൻ കൊടുക്കാൻ പോവാം. ശ്രദ്ധിക്കുക. അപ്പൊ ഇത് വരുന്നത് നമ്മളെ എന്ന് പറഞ്ഞേ 8/2. ഓക്കെ, is divided by ഇത് വരെ കൊടുക്കാം. എന്ത് കൊടുക്കാം? yes 1/4. അല്ലേ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് വായിക്കട്ടെ. അപ്പൊ ഇത് കിട്ടി
ഇനി ആ ന്യൂമറേറ്റർ അഥവാ അംശം ചെയ്തതോ ഡിനോമിനേറ്റർ അഥവാ ഛേദം ചെയ്യുന്ന വിലകൾ എന്ത് ചെയ്യാൻ പോകും സാറാ? ഇതിനകത്തോട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഈ രണ്ട് ഈ രണ്ട് ഭിന്നസംഖ്യകൾ അഥവാ ഈ രണ്ട് ഫ്രാക്ഷൻസ് എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ അറിയായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഭിന്നസംഖ്യയുടെ ഹരണം എന്ന് പറയുന്നത് അറിയായിരിക്കുമല്ലോ, പറയണ്ടല്ലോ. ഇതിനെ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പൊ എങ്ങനെയാ? 8/2 into 4/1 എന്ന് കിട്ടി. ഈ 1/4 തിരിച്ചിട്ട് എന്ത് വരും? 4/1 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാം, ഗുണിക്കാൻ അറിയാം. 8 into 4 എത്ര വരും? 8 × 4 എത്ര വരും? 32/2 into 1 എത്ര വരും? 2 എന്ന് വരും. അപ്പൊ എത്ര കിട്ടി? 32/2. എന്താണ് 32/2 എന്ന് പറഞ്ഞാൽ? ഹാഫ് ഓഫ് 32. 32 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 32ന്റെ പകുതി കണ്ടുപിടിക്കുക. അപ്പൊ എത്ര വരും മക്കളെ? ആൻസർ എത്ര കിട്ടി? 16 അഥവാ 16 കിട്ടി. ഇങ്ങനെ വേണം ചെയ്യാൻ. എല്ലാവർക്കും പിടികിട്ടിയല്ലോ. അപ്പൊ രണ്ട് പ്രോബ്ലം ഞാൻ ചെയ്തത് എല്ലാവർക്കും പിടികിട്ടിയല്ലോ. ഒരേപോലെ തന്നെയാണ്. ന്യൂമറേറ്റർ എടുക്കണം, ഡിനോമിനേറ്റർ എടുക്കണം. എന്നിട്ട് ആ കിട്ടിയ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഹരിക്കുക, ഹരിക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ വേണം ചെയ്യാൻ. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ആദ്യം ന്യൂമറേറ്റർ അഥവാ അംശത്തിലുള്ളത് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് മക്കളെ? ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിലുള്ളത് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ്? ആ കിട്ടിയ രണ്ട് വിലകളും അതിലേക്ക് കൊടുക്കുക. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആൻസറിലേക്ക് വരികയാണ്. ഇങ്ങനെ വേണം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അടുക്കും ചിട്ടയായിട്ട് പഠിച്ചാൽ മാത്തമാറ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ USSൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിച്ച് കാണുകയും ചെയ്യണം. ഓക്കെ, രണ്ട് പ്രോബ്ലം മനസ്സിലായല്ലോ. ഇനി ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യണം. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും, ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സിലും കുഞ്ഞുങ്ങൾക്ക് പറയുന്നതാണ്, ഇതേപോലത്തെ പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് തനിയെ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതെല്ലാ ക്ലാസ്സിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഫലം കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനെ കണക്കിയാണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നിർത്താം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 + 1/2 and 2 - 1/4 അല്ലെങ്കിൽ 1/2. ഇത് ഒരു മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ എന്തായിരുന്നു? എല്ലാ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യയായിരുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു? മൊത്തം എന്തായിരുന്നു? മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, മിക്സർ ഫിഗർ. ഇപ്പോൾ വന്നിരിക്കുന്നത് ആ മിക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ സാർ പറഞ്ഞതുപോലെ ഇത് ഏതാണ്? 2 + 1/2 അല്ലേ? ഒന്ന് ഫ്രാക്ഷൻ ഫോമിലല്ല, ഒന്ന് ഫ്രാക്ഷൻ ഫോമിലാണ്. ഒന്ന് ഭിന്നസംഖ്യ ഫോമിലും ഒന്ന് ഭിന്നസംഖ്യ ഫോമിലും അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ ഭിന്നസംഖ്യ ഫോമിലല്ലാത്തതിനെ ആ ഫോമിലേക്ക് മാറ്റാം. ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റാം. അതെന്ത് ചെയ്താൽ മതി? നമ്മളൊക്കെ താഴെ ക്ലാസ്സിൽ പഠിച്ചതാ, അല്ലെങ്കിൽ ഞാൻ USSന്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാ. എന്ത് ചെയ്താൽ മതി? യെസ്, എന്താ ചെയ്താൽ മതി? ഒരു /1 കൊടുത്താൽ മതി. ഛേദത്തിൽ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതായ രണ്ടും ഭിന്നസംഖ്യയല്ലേ, രണ്ടും ഫ്രാക്ഷനല്ലേ, ആഡ് ചെയ്യലെയോ കൂട്ടുകയോ. അപ്പോൾ നമുക്ക് 22 and 4 + 1 into 1 1 /1 into 2 2. അപ്പോൾ എത്ര കിട്ടി? 5/2 എന്ന് കിട്ടി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ ആയല്ലോ. അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടി 5/2. ഓക്കെ ആണല്ലോ. അത് മതി. ഓക്കെ, എല്ലാവരും മനസ്സിലായോ? രണ്ടാമത് ഓക്കെ. രണ്ടാമത് എന്താണ്? 1 - 1/4. എന്ത് ചെയ്യാം? ഇത് ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ ഫോമിലല്ല, പക്ഷെ ഇതെന്താണ്? ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ ഫോമിലാണ്. അപ്പൊ ഇതിനെ എന്താക്കി മാറ്റണം? ആ ഫോമിലേക്ക് മാറ്റണം. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? യെസ്, വെരി ഗുഡ്, /1 കൊടുത്താൽ മതി. ഓക്കെ ആണ്, നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 into 4 and 4 - 1 into 1 1 /1 into 4 4. ഓക്കെ ആണോ? അപ്പോൾ എത്ര കിട്ടി? and 3/4. ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാം. എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3
3/4 കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പൊ ഇത് വരുന്നത് s 5/2. എല്ലാവരും പറഞ്ഞേ 5/2 is divided by എന്ത് കൊടുക്കാം 3/4. ഓക്കേ ആയോ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉദാഹരണത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു? ആ കിട്ടിയ വിലകളിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ആൻസറിലേക്ക് പോവുകയാണ്. ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. ഹരിക്കേണ്ട സംഖ്യ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിക്കണം. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. എന്ത് വരും? 5/2 into റെസിപ്രോക്കൽ പറയൂ and 4/3 ആണല്ലോ. 3/4 അല്ലേ? 4 അല്ലേ? അതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? 4/3 3 4 കിട്ടും. ഇനി എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ഇൻടു ന്യൂമറേറ്റർ, അംശത്തെ അംശം കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര വരും? 20. ഡിനോമിനേറ്റർ ഇൻടു ഡിനോമിനേറ്റർ, ചെറുത് ചെറുത് കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര വരും? 6 അല്ലേ? അപ്പൊ എത്ര കിട്ടി? 20/6 എന്ന് കിട്ടി. 20/6 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. രണ്ട് സംഖ്യയും ഹരിക്കാൻ പറ്റുന്ന ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതുണ്ടാവും? 2 ഉണ്ടാവും. അപ്പൊ 2 കൊണ്ട് 2നെ ഹരിച്ചാൽ മുകളിൽ 10 കിട്ടും, താഴെ 3 കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ആൻസർ ഉണ്ടെങ്കിൽ അതും എഴുതാൻ എത്ര വരും? 10/3. അപ്പൊ ഇത്രയും കാര്യം പിടി കിട്ടിയല്ലോ. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ.